ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ എങ്ങനെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഇൻകം മെത്തേഡിലൂടെ എങ്ങനെയാണ് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയാൻ പോണത്. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇൻകം മെത്തേഡ്, അത് നമുക്ക് ഇൻകം മെത്തേഡിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കാം. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഇൻകം, ഇവരുടെ ഇൻകം എല്ലാം കൂടെ കൂട്ടുമ്പോൾ ആണ് ഈ മെത്തേഡിലൂടെ നമുക്ക് നാഷണൽ ഇൻകം കണക്കാക്കാൻ കഴിയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഓൾ ദ ഇൻകംസ് ദാറ്റ് അക്രൂ ടു ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബൈ വേ ഓഫ് വേജ്, പ്രോഫിറ്റ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഈ രീതിയിൽ കിട്ടുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നത് വേജ്, പ്രോഫിറ്റ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതെല്ലാം ഞാൻ വഴിയെ പറയാം. ആർ സമ്ഡ് അപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടുന്നു കേട്ടോ. കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കാൻ സാധിക്കുന്നത്. ടു ഒബ്റ്റെയിൻ നാഷണൽ ഇൻകം, നമുക്ക് ഇനി ഈ മെത്തേഡിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതായത് കമ്പോണൻസ് ഓഫ് ഇൻകം മെത്തേഡ് പ്രധാനമായിട്ടും 3 കമ്പോണൻസ് ആണുള്ളത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സബ് കമ്പോണൻസും ഞാൻ പറയുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റ് നോക്കാം. ആദ്യത്തെ കമ്പോണൻറ്റ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയി, COE എന്ന് പറയും. അതാണ് ആദ്യത്തെ കമ്പോണൻറ്റ്. അതായത് നമ്മൾ കൂട്ടാൻ വേണ്ടി എടുക്കുന്ന, അതായത് നാഷണൽ കണക്കാക്കാൻ വേണ്ടി എടുക്കുന്ന ആദ്യത്തെ കമ്പോണൻ്റാണ് ഇത്. അപ്പം ഇറ്റ് റെഫേഴ്സ് ടു എമൗണ്ട് പെയ്ഡ് ടു എംപ്ലോയീസ് ബൈ എംപ്ലോയർ. അതായത് ഒരു തൊഴിലുടമ ആർക്ക്, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആ എല്ലാ വേതനങ്ങളുമാണ് എന്ത്, കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പം ഫോർ റെൻഡറിങ് പ്രൊഡക്റ്റീവ് സർവീസ്, അവർ കൊടുക്കുന്ന സർവീസിന് വേണ്ടിയാണല്ലോ ഈ തുക കൊടുക്കുന്നത്. അപ്പം ഇതിന് 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 എലമെൻറ്റ്സ്. അതൊക്കെ നോക്കിയാൽ വേജസ് ആൻഡ് സാലറീസ് ഇൻ ക്യാഷ്, അതായത് ക്യാഷായിട്ട് കൊടുക്കുന്നത്. ഇപ്പം അതിൽ വരുന്നത് വേജസ്, സാലറീസ്, ബോണസ്, ഇതെല്ലാം നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, റീഇംബേഴ്സ്മെൻറ്റ്, അതായത് തൊഴിലാളികൾ എന്തെങ്കിലും റീഇംബേഴ്സ്മെൻറ്റ്, അതായത് ഏതെങ്കിലും ബില്ല് കൊണ്ടുവന്ന് മാറി, അവർക്ക് കൊടുത്ത ബില്ല് മാറി തിരിച്ച് പൈസ ആയിട്ട് അവർ തിരിച്ച് മേടിച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ ഉൾപ്പെടുത്തില്ല എന്ന് ഓർക്കണം. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ബിസിനസ് എക്സ്പെൻസസ് ആർ എക്സ്ക്ലൂഡഡ്, അത് ഉൾപ്പെടുന്നില്ല. അതിൽ രണ്ടാമത്തെ ഒരു എലമെൻ്റാണ്, അതായത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസിന് രണ്ടാമത്തെ എലമെൻ്റാണ് വേജസ് ആൻഡ് സാലറീസ് ഇൻ കൈൻഡ്. അപ്പം ക്യാഷ് അല്ലാതെ കൊടുക്കുന്നത്, ഇപ്പം എന്താണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ്. ഇപ്പോൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫുഡ്, ഈ അക്കോമഡേഷൻ എല്ലാം കമ്പനിയാണ് പേ ചെയ്യുന്ന ആലോചിക്കുക. അപ്പം നേരിട്ട് ക്യാഷായിട്ട് കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിലും അത് കൈൻഡായിട്ട് കൊടുക്കുന്നു. വേജസ് ആൻഡ് സാലറീസ് ഇൻ കൈൻഡിൻ്റെ ഗണത്തിൽ വരുന്നതാണ് അതൊക്കെ. അതായത് റെൻറ്റ്, ഫ്രീ ഹോം, ഫ്രീ കാറ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡസ് നോട്ട് ഇൻക്ലൂഡ് നെസസിറ്റീസ് ലൈക്ക് യൂണിഫോം, വെഹിക്കിൾസ് ഫോർ വർക്ക്. അപ്പം യൂണിഫോമിൻ്റെ ചിലവ്, അതൊന്നും നമ്മുടെ വർക്കറിന് എന്താണ് ഇൻകമായിട്ട് കിട്ടുന്നവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങളല്ല. അപ്പം ഒരു വാഹനം, അത് തൊഴിലിടത്തിൽ യൂസ് ചെയ്യേണ്ട വാഹനം, അതൊന്നും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല. ഓക്കെ, പിന്നെ അടുത്തത് 3ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. അതായത് എംപ്ലോയർ, ഇപ്പം PF എന്നൊക്കെ എംപ്ലോയറാണ്. അതായത് നമ്മുടെ തൊഴിൽ സ്ഥാപനം നമ്മൾ PF അതായത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തില്ലേ, ഇതും എന്താണ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. അത് സാലറിയുടെ ഒരു ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇതും ആഡ് ചെയ്യും കേട്ടോ. അപ്പം പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ഇതൊക്കെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡസ് നോട്ട് ഇൻക്ലൂഡ് കോൺട്രിബ്യൂഷൻ ബൈ തേർഡ് പാർട്ടി. ഉദാഹരണത്തിന് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ കോമ്പൻസേഷനായിട്ട് എടുക്കത്തില്ല എന്ന് ആലോചിക്കുക. അടുത്ത 2ാമത്തെ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സർപ്ലസ് ആണ്. ഇതിന് കീഴിലും മറ്റ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ എലമെൻറ്റ് റെൻറ്റ് ആൻഡ് റോയൽറ്റിയാണ്. റെൻറ്റ് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ ദ ഓണേഴ്സ് ഫോർ ലെൻഡിങ് ദെയർ സർവീസസ് സച്ച് ആസ് ലാൻഡ്, ബിൽഡിംഗ്. ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ വാടക കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ആ വരുമാനമാണ് റെൻറ്റ്, നമുക്കറിയാം. അടുത്തത് റോയൽറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻകം ഏൺഡ് ബൈ എ പേഴ്സൺ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു വ്യക്തിയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ നേടുന്ന ഇൻകമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ലെൻഡിങ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓഫ് സബ് സോയിൽ അസറ്റ്സ്. അപ്പോൾ സോയിൽ അസറ്റ്സിൻ്റെ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന വരുമാനം. ഉദാഹരണം പറഞ്ഞാൽ ഓണേഴ്സ് ഓഫ് മിനറൽ ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ചില മിനറൽ ഡെപ്പോസിറ്റ്സിൻ്റെ ഓണേഴ്സിന് ആ ലാൻഡ് കൈവശം വെച്ചേക്കുന്നത്, അവിടെ കുറച്ച് മിനറൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വെക്കുക, അതിൻ്റെ ഓണേഴ്സ് അത് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർ കൊടുക്കുമ്പോഴത്തേക്ക് ആ കോൺട്രാക്ടർ തീർച്ചയായിട്ടും അതിൻ്റെ ഓണർക്ക് കുറച്ച് പണം കൊടുത്തേ പറ്റൂ. അതാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ആണ് ഓണേഴ്സ് ഓഫ് മിനറൽ ഡെപ്പോസിറ്റ്സ് ലൈക്ക് അയൺ ഓർ ആർ പെയ്ഡ് ബൈ കോൺട്രാക്ടേഴ്സ്. ഓപ്പറേറ്റിംഗ് സർപ്ലസിൻ്റെ അണ്ടറിൽ വരുന്ന മറ്റൊരു എലമെൻ്റാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് നമുക്കറിയാം, ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു എമൗണ്ട് റിസീവ്ഡ് ഫോർ ലെൻഡിങ് ഫണ്ട്സ് ടു എ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് പൈസ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബാങ്കിന് പലിശയായിട്ട് കൊടുക്കുന്ന, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന തുകയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ബാങ്ക് ടു ദ ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികൾ ബാങ്കിൽ പണം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, പണം നിക്ഷേപിക്കുകയാണ്. അപ്പോൾ നിക്ഷേപത്തിൻ്റെ പുറത്തൊരു ചെറിയ തുക ബാങ്കുകാർ ഇവർക്ക് പലിശയായിട്ട് കൊടുക്കും അല്ലേ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. ഓക്കെ, ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ എടുക്കും. എന്തുകൊണ്ടാണത്? ആസ് ഇറ്റ് ഈസ്
ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ആ വരുമാനം വെച്ചിട്ട് അവർ എന്താണ് ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇൻഡിവിജ്വൽസ്. എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ, അതായത് ഇൻഡിവിജ്വൽസ് അതായത് ഹൗസ് ഹോൾഡ്സ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുമ്പോഴത്തേക്ക് പലിശ മാസം മാസം EMI അങ്ങോട്ട് അടയ്ക്കണ്ടേ? ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്സ്. ഇവരെടുത്ത ലോണിന് പിന്നെ EMI അതായത് ഇൻട്രസ്റ്റ് അങ്ങോട്ട് അടയ്ക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. അത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റർ എടുക്കുന്നില്ലെന്ന് ആലോചിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ആസ് ദ ലോൺ ഈസ് ടേക്കൺ ടു മീറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട്. ഓപ്പറേറ്റിംഗ് സർപ്ലസിലെ അടുത്ത എലമെൻ്റാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് നമുക്ക് അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ടു ദ എൻട്രപ്രണർ. എൻട്രപ്രണർക്ക് കിട്ടുന്ന റിവാർഡ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അദ്ദേഹം സാധനങ്ങൾ സേവനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന റിവാർഡ്. ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാം. പ്രോഫിറ്റ് ഏൺഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഈസ് യൂസ്ഡ് ഫോർ 3 പർപ്പസസ്. അതായത് ഒരു എൻട്രപ്രണർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ലാഭം എടുക്കുന്നത്. അത് വ്യക്തമാണ്. എന്തിനു വേണ്ടിയാണ്? ഒന്ന് കോർപ്പറേറ്റ് ടാക്സ്, അതായത് ടാക്സ് ഓൺ പ്രോഫിറ്റ് ഓൺ ഫേംസ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേം ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ആ ലാഭത്തിന് മേൽ ഈടാക്കുന്ന ടാക്സാണ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പം കുറച്ച് തുക കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് പോകും, കുറച്ച് തുക ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അതിൻ്റെ വിശദവിവരങ്ങളിൽ കിടക്കുന്നില്ല, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പോവും. ബാക്കിയുള്ള കോർപ്പറേറ്റ് ടാക്സും ഡിവിഡൻറ്റും കഴിഞ്ഞ് ബാക്കി കയ്യിലുള്ള തുക റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് കയ്യിൽ വെച്ചേക്കും. ഇത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് റീഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് 3 കൂട്ടുമ്പോഴാണോ പ്രോഫിറ്റ് കിട്ടുന്നത്? മനസ്സിലായില്ലേ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഈ 3 കാര്യങ്ങളുടെ സം. ഏതൊക്കെയാണ്? കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ഡിവിഡൻഡ് പ്ലസ് റീറ്റെയിൻഡ് ഏണിംഗ്. ഇൻകം മെത്തേഡിലെ മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം മിക്സഡ് ഇൻകം എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഇൻകം ജനറേറ്റഡ് ബൈ ഓൺ അക്കൗണ്ട് വർക്കേഴ്സ് ലൈക്ക് ഫാമേഴ്സ്. ഓൺ അക്കൗണ്ട് വർക്കേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ കീഴിൽ തന്നെയായിരിക്കും ഇതെല്ലാം ഉള്ളത്. അപ്പം ഫാമേഴ്സ്, ബാർബേഴ്സ്, അത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരാണ്. ഇങ്ങനെയുള്ളവരുടെ ഇൻകമാണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. പിന്നെ ആൻഡ് കോർപ്പറേറ്റഡ് എൻ്റർപ്രൈസസ് ലൈക്ക് റീറ്റെയിൽ ട്രേഡേഴ്സ്, സ്മാൾ ഷോപ്പ് കീപ്പേഴ്സ്, ഇതെല്ലാം അൺഇൻകോർപ്പറേറ്റഡ് ആണ്. അതൊരു കമ്പനിയായിട്ട് ഇതിന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോൾ റീറ്റെയിൽ ട്രേഡർ, ചെറിയ കട നടത്തുന്നവർ, പലചരക്ക് കട നടത്തുന്നവർ, ഇവരുടെ എല്ലാം ഇൻകത്തിനെയാണ് മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. മിക്സഡ് ഇൻകം അറൈസസ് ഫ്രം പ്രൊഡക്റ്റീവ് സർവീസസ് ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരുടെ ഇൻകമാണ്. ഹൂസ് ഇൻകം ഇൻക്ലൂഡ്സ്, അവരുടെ ഇൻകത്തിൽ വേജ് ഉണ്ട്, റെൻറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, ആൻഡ് പ്രോഫിറ്റ്, ആൻഡ് ദീസ് എലമെൻറ്റ്സ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അത് ഇവരുടെ ഇൻകത്തിൽ, ഇവരുടെ വരുമാനത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഇൻകത്തെ മിക്സഡ് ഇൻകമായിട്ട് കണക്കാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം ഓഫ് എ ഡോക്ടർ റണ്ണിങ് എ ക്ലിനിക് അറ്റ് ഹിസ് റെസിഡൻസ്. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഒരു ക്ലിനിക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ വാടക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ് ക്ലിനിക്കായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം അതിൻ്റെ വാടക ഡിറൈവ് എടുക്കാൻ പാടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേജ്, പിന്നെ ഇൻട്രസ്റ്റ്, പിന്നെ പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് കിട്ടുന്നുള്ള ഇതെല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മിക്സഡ് ഇൻകമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കമ്പോണൻസും അതിൻ്റെ സബ് കമ്പോണൻസും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഞാൻ ചിത്രം കാണിക്കുന്നത്. പിന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്നത് ഡൊമസ്റ്റിക് ഇൻകമാണ്. അതായത് NDPFC ആണ് നമുക്ക് കിട്ടുന്നത്, ആലോചിക്കുക. അതുകൊണ്ടാണ് കമ്പോണൻസ് ഓഫ് ഡൊമസ്റ്റിക് ഇൻകം NDPFC എന്ന് മുകളിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞ 3 കമ്പോണൻസ് മെയിൻ ഹെഡിങ് ആയിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സബ് കമ്പോണൻസ് ഇതെല്ലാം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ. അത് നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇൻകം മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് പരിശോധിക്കാം. സ്റ്റെപ്സ് ഓഫ് ഇൻകം മെത്തേഡ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്. പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി എന്നെ പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് എന്നുള്ളത് തിരിച്ചറിയുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ദ ഫാക്ടർ ഇൻകം പെയ്ഡ് ബൈ ഈച്ച് സെക്ടർ. ഏതൊക്കെയാണ്? റെൻറ്റ്, റോയൽറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ്, ഇതെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക എത്ര ആണെന്നുള്ളത്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് 3ാമത്തെ സ്റ്റെപ്പ്. കാൽക്കുലേറ്റ് ഡൊമസ്റ്റിക് ഇൻകം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഡൊമസ്റ്റിക് ഇൻകം അഥവാ NDPFC ആണ് കിട്ടുന്നത്. അപ്പം NDPFC ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ 3 മെയിൻ കമ്പോണൻസ്, പിന്നെ അതിൻ്റെ സബ് കമ്പോണൻസ് എടുക്കുന്നു എന്നാലോചിക്കുക. അതൊക്കെയാണ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, ഓപ്പറേറ്റിംഗ് സർപ്ലസ്, മിക്സഡ് ഇൻകം. ഓക്കെ, ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് NDPFC അഥവാ ഡൊമസ്റ്റിക് ഇൻകം കിട്ടും. ഇനി നമുക്ക് NDPFC കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടി NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഇൻകമായി. സ്റ്റെപ്പ് 4 എസ്റ്റിമേറ്റ് NFIA ടു അറൈവ് നാഷണൽ ഇൻകം. ഓക്കെ, NNPFC. അപ്പം NNPFC ഈസ് ഈക്വൽ ടു NDPFC പ്ലസ് NFIA.
ഞാനിപ്പോൾ പറഞ്ഞ 4 സ്റ്റെപ്പുകളും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബോക്സ് നോക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോമ്പൗണ്ട്സ് എല്ലാം കൂട്ടുന്നു അല്ലേ. അത് കൂട്ടുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ബോക്സിൽ എന്ത് കിട്ടുന്നു? ഡൊമസ്റ്റിക് ഇൻകം NDPFC കിട്ടുന്നു. അതിൻ്റെ കൂടെ NFI ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവസാനത്തെ കോളം NNPFC അഥവാ നാഷണൽ ഇൻകം കിട്ടുന്നു. ഇനി നമുക്ക് ഇൻകം മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം പരിശോധിക്കാം. അത് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, ഇത്രയും ഫിഗേഴ്സ് എല്ലാം കോടിയിലാണ് കേട്ടോ, ഇൻ ക്രോഡ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NNPFC ആണല്ലോ നമുക്ക് കാണേണ്ടത്. NNPFC ഈസ് ഈക്വൽ ടു, നമുക്കത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻകം മെത്തേഡിൽ അതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് കമ്പോണൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് ഇൻകം NDPFC ആണ് കിട്ടുന്നത്, പ്രത്യേകം മൈൻഡിൽ ഇട്ടേക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആദ്യത്തെ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, ഇത് നമുക്ക് എടുക്കണം. അത് ആദ്യത്തെ കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പോൾ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് അത് ആഡ് ചെയ്യണം. പിന്നെ വേജസ് ഇൻ കൈൻഡ്, വേജസ് ഇൻ ക്യാഷ്, ഇതൊക്കെ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസിൻ്റെ അണ്ടറിൽ വരുന്ന, അതായത് സബ് കമ്പോണൻസ് ആണ്, അതിൻ്റെ എലമെൻറ്റ്സ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പോണൻസും എലമെൻസും തന്നിരുന്നു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് എടുക്കരുത്, കമ്പോണൻസ്, മെയിൻ കമ്പോണൻസ് മാത്രമേ എടുക്കാവൂ. അത് ശ്രദ്ധിക്കുക. അപ്പോഴത്തേക്ക് ആ വേജസ് ഇൻ കൈൻഡിൻ്റെ 200 നമ്മൾ എടുക്കരുത്. ഓക്കെ, പിന്നെ അടുത്ത് നടന്നത് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് NDPFC ആണെന്ന് പറഞ്ഞു. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, FCയിലാണ് ഓൾറെഡി കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇത് നമ്മളിവിടെ കാൽക്കുലേറ്റ് എടുക്കേണ്ട കാര്യം, ഇത് ഇൻകം മെത്തേഡിൻ്റെ കമ്പോണൻ്റ് അല്ല. ഇൻകം മെത്തേഡിൻ്റെ കമ്പോണൻ്റ് അല്ലാത്ത ഒന്നും എടുക്കരുത്. ഓക്കെ, അടുത്ത ഓപ്പറേറ്റിംഗ് സർപ്ലസ് നമ്മൾ എടുക്കണം. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്, അപ്പോൾ നമ്മളത് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡും എന്താണ്, നമുക്ക് ഇതിൻ്റെ ഒരു കമ്പോണൻ്റാണ്, ഇൻകം മെത്തേഡിൻ്റെ കമ്പോണൻ്റാണ്, അത് നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ നാഷണൽ ഇൻകത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അടുത്ത് കൊടുത്തേക്കുന്നത് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് NFIA, അത് നമ്മൾ ആഡ് ചെയ്തേ പറ്റൂ, എന്നാലേ നമുക്ക് NNPFCയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇനി അവസാനം കൊടുത്തേക്കുന്നത് നെറ്റ് എക്സ്പോർട്ട് നമ്മൾ ഇൻകം മെത്തേഡിൻ്റെ കമ്പോണൻ്റ് അല്ല, അപ്പോൾ നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്, ആ തുകകളെല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്ക് എത്ര കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് 13,300, ഓപ്പറേറ്റിംഗ് സർപ്ലസ് 5000, മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ് 16,100, പിന്നെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് +300. ഇതെല്ലാം പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ മൈനസ് ചെയ്യേണ്ട ഭാഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് എടുക്കാഞ്ഞത്. ഓക്കെ, ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നാഷണൽ ഇൻകം കിട്ടുന്നു 34,700 കോടി എന്ന് കിട്ടുന്നു. മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഞാൻ 1,600 എന്നാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ, സോറി, അത് 16,100 ആണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.